അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ നേതാക്കളെ മുഴുവൻ ജയിലിൽ അടയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ച ഒരു വിദ്യാർത്ഥിയുണ്ടായിരുന്നു. ഇന്ദിരയുടെ പോലീസിനെയും സർവ്വസന്നാഹത്തെയും കൂസാതെ ഇന്ദിരയുടെ വീട്ടിലേക്ക് 500-ലേറെ വരുന്ന വിദ്യാർത്ഥികളെയും കൂട്ടി മാർച്ച് നടത്തിയ ഒരു വിദ്യാർത്ഥി. JNUവിന്റെ ചാൻസലർ പദവി രാജിവെച്ച് ഒഴിയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഇന്ദിരയെ മുന്നിൽ നിർത്തി വായിച്ച് രാജിവെപ്പിച്ച ഒരു തീപ്പൊരി നേതാവ്. അയാളുടെ പേരാണ് സീതാറാം യെച്ചൂരി. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായ യെച്ചൂരി രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. പ്രാദേശിക താൽപര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന, കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന അധികാരമോഹികളായ ചെറുതും വലുതുമായ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അസാധ്യമെന്ന് തോന്നിയ രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ചുക്കാൻ പിടിച്ചവരിൽ യെച്ചൂരിയുണ്ട്. ഐക്യമുന്നണി സർക്കാരും 2004 ഒന്നാം UPA സർക്കാരും 2024 ഇന്ത്യ സഖ്യത്തിനുമെല്ലാം യെച്ചൂരിയുടെ തലയുണ്ട്. ദേവഗൌഡ സർക്കാരിന്റെയും ഒന്നാം UPA സർക്കാരിന്റെയും കോമൺ മിനിമം പ്രോഗ്രാമിന്റെ മാസ്റ്റർ ബ്രെയിൻ യെച്ചൂരിയായിരുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിൽ കണ്ട് അതനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കലായിരുന്നു 2 തവണയും യെച്ചൂരിയിൽ അർപ്പിതമായ ദൗത്യം. അതിന്റെ ഫലമായാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടക്കം പിറവിയെടുത്തത്. ഫാസിസത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ എക്കാലവും യെച്ചൂരി സംസാരിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും സംഘപരിവാരത്തിന്റെ ആക്രമണങ്ങൾക്ക് അതിനാൽ തന്നെ അദ്ദേഹം ഇരയായി. 2017 AKG ഭവനിൽ കയറി അദ്ദേഹത്തെ സംഘപരിവാറുകാർ ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ടും തളരാതെ വാക്കും നാക്കും കൊണ്ട് സംഘപരിവാരത്തെ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ആക്രമിച്ചു. പാർലമെന്റിലെ ചർച്ചകളിൽ യെച്ചൂരി സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ ഒരേ സമയം BJP അംഗങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും കേൾക്കാനായി ആകാംക്ഷയോടെ കാതോർക്കുകയും ചെയ്യും. അത്രമാത്രം കാര്യമാത്ര പ്രസക്തമായിരിക്കും യെച്ചൂരിയുടെ ഓരോ പ്രസംഗങ്ങളും. ഇന്ത്യക്ക് പുറത്തും തന്റെ രാഷ്ട്രീയ നയതന്ത്ര മികവ് പ്രകടമാക്കിയ നേതാവ് കൂടിയാണ് യെച്ചൂരി. നേപ്പാളിന്റെ രാഷ്ട്രീയഗതിയെ മാറ്റിമറിച്ച ചരിത്രപരമായ ഇടപെടലിന് നേതൃത്വം വഹിച്ചത് യെച്ചൂരിയാണ്. മാവോവാദികളെ ആയുധം താഴെവെച്ച് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കാൻ നിർണായകമായ ഇടപെടൽ നടത്തിയത് യെച്ചൂരിയായിരുന്നു. നേപ്പാളിലെ പ്രമുഖ മാവോയിസ്റ്റ് നേതാക്കളായ പ്രചണ്ഡ, ബാബുറാം ഭട്ടാറായി എന്നിവരുമായി തനിക്കുണ്ടായിരുന്ന അടുപ്പമാണ് യെച്ചൂരിയെ ഈ ചരിത്ര ഉദ്യമത്തിലേക്ക് നയിച്ചത്. സായുധപാത ഉപേക്ഷിച്ച് ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് മാവോയിസ്റ്റുകൾ വരേണ്ടതിന്റെ ആവശ്യകത ഇരുവരെയും ബോധ്യപ്പെടുത്തിയെടുക്കാൻ യെച്ചൂരിക്കായി. തുടർന്ന് ജ്ഞാനേന്ദ്ര രാജാവിനെതിരെ കൊയ്രാളയുടെ സർക്കാരും മാവോവാദികളും യോജിച്ച് പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിനൊടുവിൽ ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമായിരുന്ന നേപ്പാൾ മതനിരപേക്ഷ രാഷ്ട്രമായി മാറി ജനാധിപത്യ പ്രക്രിയയിലേക്ക് മടങ്ങി വന്നു. എക്കാലവും മാതൃകയാക്കാവുന്ന രാഷ്ട്രീയ ജീവിതം. ഫാസിസത്തോടും അവകാശ നിഷേധത്തോടും ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ലാത്ത സഖാവ്.